Hi students, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Welcome to this session. In this session, we are discussing about bug taxonomy or bug classification. Bugs taxonomy helps in providing fast and effective feedback so that we can easily identify the possible failure, reasons for the failure of software. Bugs classifications നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഫെയിലിയർ എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഈ ബഗ്സിനെ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കാറ്റഗറൈസ് ബഗ്സ്. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷനും നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ നമ്മുടെ കോർടെക്സിൽ പറഞ്ഞിരിക്കുന്നത് ബഗ് ടാക്സോണമി. ഇവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്നത് ബേസ്ഡ് ഓൺ ദ വേരിയസ് ഫേസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾസ് നമുക്കറിയാം. അനാലിസിസ്, ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, കോഡിംഗ്, ടെസ്റ്റിംഗ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇങ്ങനെ വരുന്ന ഡിഫറെൻറ്റ് ഫേസസിൽ SDLCയുടെ ഡിഫറെൻറ്റ് ഫേസസിൽ വരാൻ സാധ്യതയുള്ള എറേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇവിടെ ബഗ് ടാക്സോണമി നടത്തിയിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ പോസിബിൾ പ്ലേസസ് ഇൻ ദ വേരിയസ് ഫേസസ് ഓഫ് ഡെവലപ്മെൻറ്റ് സൈക്കിൾ. SDLC ലൈഫ് സൈക്കിളിലെ ഓരോ ഫേസസിലും വരാൻ സാധ്യതയുള്ള എറേഴ്സിനെ വെച്ചിട്ടാണ് നമ്മളിവിടെ ബഗ് ടാക്സോണമി നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ based on the development life cycle we can categorize the bugs into the following. That is requirement, feature and functionality bug. That is നമുക്കറിയാം ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള അനാലിസിസ്, റിക്വയർമെൻറ്റ് അനാലിസിസ്, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെയുള്ള പ്രോസസ്സിങ്ങിൽ വരാൻ സാധ്യതയുള്ള എറേഴ്സാണ് റിക്വയർമെൻറ്റ്, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷണാലിറ്റി ബഗ്സ്. സെക്കൻഡ് വൺ ഈസ് സ്ട്രക്ചറൽ ബഗ്സ്. ദെൻ തേർഡ് ഡേറ്റ ബഗ്സ്, കോഡിംഗ് ബഗ്സ്, ഇൻ്റർഫേസ് ഇൻറ്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ബഗ്സ്, test and test design bugs. Then the last one is test and test design cycle. ഈ ഇത്രയും കാറ്റഗറൈസേഷൻ ആണ് നമുക്ക് ബഗ് ടാക്സോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ദ ഫസ്റ്റ് കാറ്റഗറി റിക്വയർമെൻറ്റ്, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷണാലിറ്റി ബഗ്സ്. റിക്വയർമെൻറ്റ്സ് എക്സ്പ്രസ്ഡ് ബൈ ദ ക്ലയൻറ്റ്സ് ആൻഡ് യൂസർ ആർ ക്യാപ്ചേർഡ് ബൈ ദ റിക്വയർമെൻറ്റ് സ്റ്റഡി ടീം. റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തുന്ന ടീമാണ് ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് അനലൈസ് ചെയ്ത് ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്തത്. ഈ ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടു പ്രൊഡ്യൂസ് ദ പ്രോഡക്റ്റ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിക്വയർമെൻറ്റ് അനാലിസിസിൽ ഫേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡോക്യുമെൻറ്റിനെ ബേസിട്ടാണ്. അപ്പം ഈ റിക്വയർമെൻറ്റ് ആൻഡ് സ്പെസിഫിക്കേഷൻ റിലേഷൻ ബഗ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. റിക്വയർമെൻറ്റ് ആൻഡ് സ്പെസിഫിക്കേഷൻ റിലേറ്റഡ് ബഗ്സ്. ബഗ്സ് ഇൻ ദ റിക്വയർമെൻറ്റ്സ് ആർ കോൺട്രിബ്യൂട്ടിംഗ് ദ കോസ് ടു ദ ഫെയിലിയർ ഓഫ് മെനി പ്രൊജക്റ്റ്. റിക്വയർമെൻറ്റ് ഫേസസിൽ വരുന്ന എറേഴ്സാണ് മിക്കവാറും പ്രോജക്റ്റുകൾ ഫെയിലാകാൻ തന്നെയുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഫേസായ റിക്വയർമെൻറ്റ് ഫേസിൽ വരുന്ന എറേഴ്സാണ്. ആംബിഗ്വസ് ഓർ അൺക്ലിയർ ഓർ ഇൻകംപ്ലീറ്റ് റിക്വയർമെൻറ്റ്സ്. ഈ ഇൻകംപ്ലീറ്റും അൺക്ലിയർ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് നമ്മൾ അനാലിസിസാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് ഒരു ഫെയിലിയർ ആയിട്ട് മാറും. വാട്ട് ഈസ് ഫീച്ചർ ബഗ്സ്? റിക്വയർമെൻറ്റ് ഫേസിൽ നമ്മൾ പറഞ്ഞു റിക്വയർമെൻറ്റ്, ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ ബഗ്സ് എന്നാണ് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞത്. അപ്പോൾ ഫീച്ചർ ബഗ്സ് എന്ന് പറഞ്ഞാൽ ഈച്ച് റിക്വയർമെൻറ്റ്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഫീച്ചേഴ്സ്. ഓരോ റിക്വയർമെൻറ്റ്സിലും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ റിക്വയർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബഗ് വന്നു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫീച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബഗ്സ് ഉണ്ട്. കറസ്പോണ്ടിങ് ടു ബഗ്സ് റിലേറ്റഡ് ടു റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ദർ ഇസ് എ ഫീച്ചർ റിലേറ്റഡ് ബഗ്. റിക്വയർമെൻറ്റ്സിൻ്റെ അകത്ത് എറർ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഫീച്ചേഴ്സിനകത്തും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? എറേഴ്സ് വരും. അപ്പം ഫീച്ചേഴ്സ് റിലേറ്റഡ് ബഗ്സ് എന്തൊക്കെയാവാം? ഒന്നുകിൽ റോങ് ഫീച്ചർ ആകാം, അല്ലെങ്കിൽ മിസ്സിംഗ് ഫീച്ചർ ആവാം, ഓർ എക്സ്ട്രാ ഫീച്ചർ. മിസ്സിംഗ് ഫീച്ചേഴ്സിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ അഡ്രസ്സ് ചെയ്യുന്നതും വളരെ എളുപ്പമാണ്. പക്ഷേ റോങ് ഫീച്ചേഴ്സാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് പറയുക ഡിസൈനിൻ്റെ അകത്തും കോഡിങ്ങിലും തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം. അതായത് ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. റോങ് ഫീച്ചേഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്നത് വെരി കോസ്റ്റ്ലിയാണ്. ബിക്കോസ് വി ഹാവ് ടു ചേഞ്ച് ദ ഡിസൈൻ ആൻഡ് ദ എൻറ്റയർ കോഡ് ഓഫ് ദ project. Okay, ടാക്സോണമിയിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ റിക്വയർമെൻറ്റ്, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷണാലിറ്റി ബഗ്സ് നമ്മൾ നോക്കി. ഇനി സെക്കൻഡ് കാറ്റഗറിയാണ് സ്ട്രക്ചറൽ ബഗ്സ്. ഇവിടെ പ്രോഗ്രാമിംഗ് സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ദ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഇൻ പ്രോഗ്രാമിംഗ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പ് ആൻഡ് ദെയർ നെസ്റ്റിംഗ്. ഇതൊക്കെ നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ക്വാളിറ്റി സ്ട്രക്ചേഴ്സാണ്. ഇത്
ബെറ്റർ വെയിലാണോ ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുന്നതാണ് ഈ സ്ട്രക്ചറൽ ബഗ്. അതായത് വൺ ഷാൽ എൻഷുർ that there is no redundancy in logic, computation, representation and declaration. Structural bugsൽ നമ്മൾ പ്രധാനമായും ചെക്ക് ചെയ്യുന്നത് we ensure that there is no redundancy in logic. ലോജിക്കിൻ്റെ അകത്ത് redundancy ഇല്ല, കമ്പ്യൂട്ടേഷൻ്റെ അകത്തില്ല, റെപ്രസെൻറ്റേഷനും ഡിക്ലറേഷനിലും redundancy ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഓൾസോ all statements shall be represented with the proper naming convention and direct and simple to understand. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ സ്ട്രക്ചറൽ ബഗ്സിൻ്റെ അണ്ടറിലാണ്. ഓക്കെ, സ്ട്രക്ചറൽ ബഗ്സിൽ വരുന്ന പോസിബിൾ എറേഴ്സ് ആണ് കൺട്രോൾ ആൻഡ് സീക്വൻസ് ബഗ്സ്. കൺട്രോൾ ഫ്ലോ സ്പെസിഫൈ ദ സീക്വൻസ് ഇൻ വിച്ച് ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് ഇൻ എ കമ്പോണൻറ്റ് ഓർ സിസ്റ്റം. കൺട്രോൾ ഫ്ലോയാണ് ഏത് ഓർഡറിലാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. The control flow and sequence are the most important but can be easily found during unit testing. Control and sequence bugsന് നമുക്ക് ആ യൂണിറ്റ് ടെസ്റ്റിങ്ങിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എളുപ്പമാണ്. എന്നാൽ കൺട്രോൾ ഫ്ലോയ്ക്കകത്ത് വരുന്ന പോസിബിൾ എറേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫ് നോക്കിക്കേ. അൺറീച്ചബിൾ ഓർ ഡെഡ് കോഡ്, ഇംപ്രോപ്പർ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്, അൺടെസ്റ്റഡ് പാത്ത്, ലൂപ്പ് ബാക്ക്, loop exit criteria, incorrect or missing process steps, duplicated processing, unnecessary processing, use of go-tos without justification. ഇങ്ങനെയൊക്കെ വരുന്ന പ്രോഗ്രാമിങ്ങിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്വാളിറ്റിക്ക് ബാധിക്കുന്ന ഇങ്ങനെയുള്ള ക്രൈറ്റീരിയാസിൽ വരുന്ന എറേഴ്സാണ് കൺട്രോൾ ആൻഡ് സീക്വൻസ് ബഗ്സ് ഐഡൻറ്റിഫിക്കേഷനുള്ളിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അൺറീച്ചബിൾ കോഡ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് കോഡുണ്ട്, പക്ഷേ ഈ കോഡ് ഒരിക്കലും പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത്തരം പീസസ് ഓഫ് കോഡ്സിന് പറയുന്ന പേരാണ് അൺറീച്ചബിൾ ഓർ ഡെഡ് കോഡ്. കൺട്രോൾ ആൻഡ് സീക്വൻസ് ബഗ്സിലെ എറേഴ്സ് എന്തൊക്കെയാണെന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇംപ്രോപ്പർ നെസ്റ്റിംഗ്, അൺറീച്ചബിൾ കോഡ്, അൺടെസ്റ്റഡ് പാത്ത്, യൂസ് ഓഫ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെ തന്നെ നമ്മൾ വെറുതെ പ്രോഗ്രാമിൻ്റെ കൺട്രോളിലെ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പോകുന്നത് പോലും ക്വാളിറ്റി ഓഫ് ദ പ്രോഗ്രാമിങ്ങിനെ ബാധിക്കും. ഓക്കെ, സ്ട്രക്ചറൽ ബഗ്സിൻ്റെ അണ്ടറിൽ വരുന്ന സെക്കൻഡ് ടൈപ്പ് ഓഫ് ബഗ്ഗാണ് ലോജിക് ബഗ്സ്. ലോജിക് ബഗ് എന്നുള്ള നെയിം കേൾക്കുമ്പോൾ നമുക്കറിയാം ദർ ഇസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ ലോജിക്. ലോജിക്കിനകത്ത് വരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കേസ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പം സിംഗിൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സോ യൂസ് ചെയ്യുമ്പം വരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ലോജിക് ബഗ്സിന് കാരണം. ഓക്കെ, അതല്ലാതെ തന്നെ നമുക്കറിയാം ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഓർഡർ അതായത് സെമാൻറ്റിക്സിൻ്റെ ഓർഡറിൻ്റെ അകത്ത് വരുന്ന കാൽക്കുലേഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ സെമാൻറ്റിക്സിൻ്റെ ഓർഡറിനകത്ത് വരുന്ന ചെറിയ മിസ്റ്റേക്സ് പോലും ലോജിക് ബഗ്സിന് കാരണമാകും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഇംപ്രോപ്പർ ലേഔട്ട് ഓഫ് കേസസ് ഓർ ഇംപ്രോപ്പർ നെഗേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ ഓർ ഇംപ്രോപ്പർ സിംപ്ലിഫിക്കേഷൻ ഓർ കോമ്പിനേഷൻ ഓഫ് കേസസ് എടുക്കുമ്പോൾ വരുന്ന സിംപ്ലിഫിക്കേഷനകത്ത് വരുന്ന എററാകാം. അല്ലെങ്കിൽ ഇംപ്രോപ്പറായിട്ട് നമ്മൾ ഒരു ബൂളിയൻ എക്സ്പ്രഷനെ നെഗേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം ഏത് ബഗ്സിൻ്റെ കാരണമാകാം? ലോജിക്കൽ ബഗ്സിന് കാരണമാകാം. The third category in structural bug is processing bugs. Processing bugs are easy to find out during unit testing and have an effect in the programming where they occur. Processing bugs നമുക്ക് യൂണിറ്റ് ടെസ്റ്റിങ്ങിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രോസസ്സിംഗ് ബഗ്സിൻ്റെ എക്സാമ്പിൾസ് അരിത്തമാറ്റിക്, algebraic, wrong evaluation of mathematical formula, improper selection of algorithm, ignoring the overflow, arraysൻ്റെ കേസിൽ. ഓക്കെ, ഇംപ്രോപ്പർ യൂസ് ഓഫ് ലോജിക്കൽ ആൻഡ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഇതൊക്കെ പ്രോസസ്സിംഗ് ബഗ്സിൻ്റെ റീസൺസ് ആണ്. അപ്പം ബഫർ ഓവർഫ്ലോ ഓർ അണ്ടർഫ്ലോ, അതായത് നമ്മൾ സ്റ്റാക്കിലോട്ടോ ക്യൂവിലോട്ടോ ഡേറ്റ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ സ്പേസ് ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അത് അങ്ങനെ സ്പേസ് കുറവാണെങ്കിൽ നമുക്കറിയാം സ്പേസ് കുറവാണെങ്കിൽ അവിടെ ഓവർഫ്ലോ ആണ്. അപ്പം ഇങ്ങനെ വിത്തൗട്ട് ചെക്കിങ് ഡേറ്റാസിനെ ആഡ് ചെയ്യുന്നത് പോലും സീരിയസ് പ്രോബ്ലംസ് ഉണ്ടാക്കും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കിക്കേ. എ സിമ്പിൾ ബഫർ ഓവർഫ്ലോ ഈസ് കേപ്പബിൾ ഓഫ് പുട്ടിങ് ദ സെക്യൂർ സിസ്റ്റം അറ്റ് റിസ്ക്. ഒരു ബഫർ ഓവർഫ്ലോ തന്നെ നമ്മുടെ സെക്യൂരിറ്റിയെ റിസ്കിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പം ബഫർ ഓവർഫ്ലോയും അണ്ടർഫ്ലോയും എത്രയും വലിയ ഒരു പ്രോസസ്സിംഗ് ബഗ്ഗാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതുപോലെ അരിത്തമാറ്റിക് അരിത്തമാറ്റിക് എറേഴ്സ് ആയ ഡിവൈഡഡ് ബൈ 0, ഫ്ലോട്ടിംഗ് പോയിൻ്റ് എക്സെപ്ഷൻ, ഇതെല്ലാം പ്രോസസ്സിംഗ് ബഗ്സിന് ഉദാഹരണമാണ്. ഓക്കെ, ദ ഫോർത്ത് കാറ്റഗറി ഈസ് ഇൻഫ്ലച്ചേഷൻ ബഗ്സ്. സ്ട്രക്ചറൽ ബഗ്സിനകത്ത് വരുന്ന ഫോർത്ത് കാറ്റഗറിയാണ്
ഇനിഷ്യലൈസേഷൻ ബഗ്സ്. ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ ദ ബഗ്സ് മേ ഇൻക്ലൂഡ് നോ ഇനിഷ്യലൈസേഷൻ, അണ്ടർ ഇനിഷ്യലൈസേഷൻ ഓർ ഓവർ ഇനിഷ്യലൈസേഷൻ ഓഫ് വേരിയബിൾസ്. എ ടിപ്പിക്കൽ ബഗ് ഇൻക്ലൂഡ്സ് ഇനിഷ്യലൈസേഷൻ ഓഫ് വർക്ക് സ്പേസ് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മെമ്മറി സ്പേസിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് വേരിയബിൾ ഡിക്ലറേഷൻ വഴിയാണ്. നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെമ്മറിയിലൊരു ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിക്ലെയർ ചെയ്യുവാണ്. അപ്പോൾ ആ വേരിയബിൾ ഡിക്ലറേഷൻസ് അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യാതെ ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സിനെയാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, അൺഇനിഷ്യലൈസ്ഡ് മെമ്മറി, ദെൻ ഓഫ് ബൈ 1, ലെസ് ദാനിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഇനിഷ്യലൈസേഷൻ ബഗ്സിൻ്റെ അണ്ടറിൽ വരുന്ന എറേഴ്സാണ്. ഈ സെഷനിലെല്ലാം ബഗ്സ് കാറ്റഗറൈസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആക്ടിവിറ്റി സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, ഒഫീഷ്യൽ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.